അസ്സലാമു ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാൾ നമ്മൾ ഉണ്ടാക്കിയ ബ്രെഡ് വെച്ചിട്ട് ഞാനിവിടെ 2-3 ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നും കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും സിമ്പിളായി ചെയ്യാവുന്നൊരു സാൻഡ്വിച്ചാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരാൾക്കൊരു 3 സ്പൂൺ വരെയുള്ള ഉള്ളി, പിന്നെ തക്കാളി, ചീസ്, പിന്നെ മുട്ട എടുത്തിട്ടുണ്ട്. ചീസിൽ ചെഡാർ സ്ലൈസ് കൊടുത്തിട്ടുണ്ട്, വേറൊരു തരം ചീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ ബട്ടർ തടവി കൊടുക്കാം. അപ്പോൾ ബട്ടർ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ബ്രെഡ് അതിനകത്തിട്ടിട്ട് 1-2 ഭാഗം ഒന്ന് മറിച്ചിടാം. 2 ഭാഗവും ചെറുതായിട്ടൊന്നൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പം ബ്രെഡ് ഇവിടെ ചൂടാക്കിയെടുത്ത്. അപ്പോൾ ഓരോ ദിവസം നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് എത്ര എണ്ണമാണെന്ന് വെച്ചാൽ അത് മാത്രം ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബുൾസൈ തയ്യാറാക്കാണ്. ബുൾസൈക്ക് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു കുക്കി കട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബെൽ പെപ്പറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു സവാളയുടെ ഒരു റിങ്ങിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും അതിലേക്ക് വേണ്ട ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊന്ന് മറിച്ചിട്ട് നോക്കുകയാണ്. എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇത് എല്ലാ സൈഡും ആയിട്ടുണ്ട്. മുകളിൽ നിന്നുള്ളതൊക്കെ എഗ്ഗായിട്ട് വലിച്ചു പോയി. ഞാൻ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല, ഷേപ്പൊക്കെ മാറി. എന്തായാലും ഒന്നുകൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ബുൾസൈ തന്നെ ആക്കണമെന്നില്ല കേട്ടോ. ഒരു പ്ലെയിൻ ഓംപ്ലേറ്റ് എടുത്തിട്ട് പൊരിച്ചെടുത്തിട്ട് 4 മടക്കിയാലും മതി. അപ്പോൾ എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ ബുൾസൈ ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. പിന്നെ ഓരോ തക്കാളിയും പിന്നെ ഒരു സ്ലൈസ് ഉള്ളിയും വെച്ച് കൊടുക്കുന്നുണ്ട്. 1-2 സ്ലൈസ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചീസ് ഞാൻ സ്ലൈസ് ചെയ്തിടാണ്. ഈ ചീസിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് ചൂടായി വന്നാൽ ഒരു മോസറല്ലയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് വരിക. അപ്പോൾ ഒരു കഷ്ണം ബ്രെഡും മേലയും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ സിമ്പിൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബർഗർ പാറ്റി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് സോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായി, കീറ്റോ ബർഗറായി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. പിന്നെ ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ ലെറ്റ്യൂസ് വെച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിച്ചു നോക്കിയിട്ട് കൊള്ളായിരുന്നു കേട്ടോ. തക്കാളിയും ഉള്ളിയുടെ ഒരു പച്ച ഉള്ളിയല്ല, ഒരു ടേസ്റ്റൊക്കെ ആയിട്ട്. ഇനി ഞാനിവിടെ ബട്ടറും അതിനകത്തേക്ക് വെളുത്തുള്ളിയും പാർസ്ലിയും ഇട്ടിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് എടുത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ആവശ്യമുള്ളത്ര ബട്ടർ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 25 ഗ്രാമോളം ബട്ടർ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് ബ്രെഡിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം. ഇത് നമ്മുടെ ഗാർലിക് ടോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. 2 പുറത്തും ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് വെച്ച് റെഡിയാക്കി എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചട്ടിയിലിട്ടതിന് ശേഷം അടുത്തത് ഇങ്ങനെ പേസ്റ്റ് തേച്ച് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഐഡിയ പോലെ സൗകര്യം പോലെ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തേത് ഇങ്ങനെ തേക്കാൻ നിന്നിട്ട് ആദ്യത്തേത് മറിച്ചിടാനും മറന്നു പോകരുത് കേട്ടോ. പെണ്ണുങ്ങൾക്ക് പൊതുവേ ഒരേ സമയം 2 കാര്യം ചെയ്യാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ആണുങ്ങൾക്ക് അത്രയും അങ്ങോട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ ഓരോന്നും മറിച്ചിടാനുള്ള ഒരു ടൈമായി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ഗോൾഡൻ നിറായി കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗാർലിക് ടോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ ഗാർലിക് ബ്രെഡ് എന്നൊക്കെ പറയാം. ഇത് കഴിച്ച് നോക്കിയിട്ട് എനിക്ക് ബട്ടർ കോഫിയുടെ കൂടെ ആയിരുന്നു ഞാൻ കഴിച്ചത്. അപ്പോൾ അത്ര ഒരു മാച്ചായിട്ട് തോന്നിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ സൂപ്പിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നന്നായിരിക്കും കേട്ടോ. തക്കാളി സൂപ്പിൻ്റെയോ അല്ലെങ്കിൽ എഗ്ഗ് ഡ്രോപ്പ് സൂപ്പ് അല്ലെങ്കിൽ
ബ്രൊക്കോളി സൂപ്പ്, അങ്ങനെ എന്ത് സൂപ്പ് ഉണ്ടാക്കുമ്പോഴും സാധാരണ അതിൻ്റെ കൂടെ ഒരു ബ്രെഡ് സ്റ്റിക്ക് ഉണ്ടാവും സെർവ് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ കീറ്റോയിലായ കാരണം അതൊന്നും ഞാൻ ഇതുവരെ ചെയ്ത സൂപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു ബ്രെഡ് തയ്യാറാക്കി നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കീറ്റോ ബ്രെഡ് തന്നെ നമുക്ക് ഒരു ലോ കാർബ് സൂപ്പിൻ്റെ കൂടെ നമുക്ക് കഴിക്കാമെന്ന്. അപ്പോൾ ഇത്രയാണ് ഗാർലിക് ബ്രെഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഞാൻ നേരത്തെ തയ്യാറാക്കിയ അതേ ഒരു ബട്ടറാണ് കേട്ടോ, ഗാർലിക്കും പാസ്ലിയും കൂടെ മിക്സ് ചെയ്ത ബട്ടർ. അതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ പുറത്തേക്കൊരു കഷ്ണം ചീസ് സ്ലൈസ് വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെഡാറിൻ്റെ സ്ലൈസും പിന്നെ കുറച്ച് മോസറല്ല ചീസും അങ്ങനെ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പിന്നെ ചെഡാറിൻ്റെ തന്നെ സ്ലൈസ് ഉണ്ട്, അതും കിട്ടും. ഇനി അടുത്ത ബ്രെഡ് ആ ചീസിൻ്റെ മുകളിലേക്ക് ചൂടോടെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. ഈ ഒരു ബ്രെഡിൻ്റെ ചൂടിൽ തന്നെ രണ്ട് ബ്രെഡും ആ ചീസുമായിട്ട് ഒട്ടി കിട്ടിക്കോളും. ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടി തയ്യാറാക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ ചീസ് ടോസ്റ്റ്. ചീസ് ടോസ്റ്റ് ബട്ടർ കോഫിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചീസിൻ്റെ ഒരു നല്ല ടേസ്റ്റ് അതിൻ്റെ കൂടെ എത്തിയപ്പം ആ ഒരു പാസ്ലിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ മൂന്നും കൂടി ഒരു ടേസ്റ്റ് ബട്ടർ കോഫിയുടെ കൂടെ അടിപൊളിയായിരുന്നു. അപ്പോൾ വെറും ഗാർലിക് ടോസ്റ്റ് പോലെയല്ല, ചീസും കൂടി ആഡായി വന്നപ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടമാകും. അപ്പോൾ കണ്ടില്ലേ, ഒരു ചീസൊക്കെ ഈ ഒരു ബ്രെഡായിട്ട് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ബ്രെഡൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. ഞാനിതൊരു ആഴ്ചയോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഈ ഒരു ബ്രെഡിൻ്റെ 3 റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടുകൂടി ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ചെയ്യണേ. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.